ഗൈസ്, അപ്പോൾ ഇതൊരുപാട് നാൾ മുൻപത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ബാംഗ്ലൂർ പോയിട്ടൊരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ 2-3 മാസമായി ഞാൻ പോയിട്ട്, പക്ഷേ തിരക്കുകൾ കാരണം ഇടാനായിട്ട് പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിലേക്കുള്ള ഈ വഴി നല്ല രസമാണ്. അതായത് ഈ ഈ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഇതൊരു തമിഴ്നാട് കഴിഞ്ഞപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരു ഈവനിങ് ടൈമൊക്കെ ആയിരുന്നു ഈ ഇൻ്റർസിറ്റിക്കാണ് പോയത്. രാവിലെ എറണാകുളം സൗത്തിൽ നിന്ന് ഡയറക്റ്റുള്ളൊരു ബാംഗ്ലൂർക്ക് ട്രെയിനായിരുന്നു കേട്ടോ. ഇത് ബാംഗ്ലൂർ എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയതാണ്. ഇത് പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റ് കാണാൻ പോയത് ഞങ്ങൾ ബാംഗ്ലൂർ പാലസാട്ടോ. സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി പാലസ് തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കബൻ പാർക്ക് കാണാൻ പോയി. ഇത് ബാംഗ്ലൂർ തന്നെയുള്ളൊരു ഷോപ്പിംഗ് മാൾ കേട്ടോ. പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇറ്റ് വാസ് നൈസ്. പിന്നെ ഇതാണ് നമ്മുടെ കർണാടകയുടെ വിധാൻസൗധ, അതായത് അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത് കർണാടകയ്ക്കായിരിക്കും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പാലസ്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ പാലസിനേക്കാളും എനിക്കിഷ്ടമായത് ഈ വിധാൻസൗധ കണ്ടപ്പോഴാണ്. ഇത് 2 ദിവസം മുമ്പ് വരെ കാണാൻ പറ്റിയിരുന്നു, ഉള്ളിൽ കിടന്നു. പക്ഷേ ഞാൻ പോയപ്പോൾ അതിന് പറ്റിയില്ല കേട്ടോ. പിന്നെ ബാംഗ്ലൂർ മെട്രോ, അന്ന് ഈവനിങ് ശരിക്കും ബാംഗ്ലൂരൊരു വളരെ മനോഹരമായിട്ടൊരു പള്ളിയുണ്ട്, ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് ബസിലിക്ക എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് കുറച്ച് നേർച്ചയല്ല, ഞാൻ പ്രാർത്ഥിച്ചൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ശരിക്കും മാതാവിൻ്റെ പേരിലൊരു ബസിലിക്ക പള്ളിയാണ്. അതായത് വേളാങ്കണ്ണി മാതാവാണ് ശരിക്കും അവിടുത്തെ മാതാവ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു ശരിക്കും ബാംഗ്ലൂർ എത്തി ഫസ്റ്റ് ഈവനിങ് എന്ന് പറയുന്നത്.
ഈവനിങ് പിന്നെ പതിവ് പോലെ തന്നെ നമ്മൾ കുറച്ച് മോളിലോട്ടൊക്കെ ഇറങ്ങി കേട്ടോ. വി ആർ ബാംഗ്ലൂരും പോയി. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ ഫീനിക്സ് മാൾ. അപ്പോൾ ഫീനിക്സ് മാളും പോയി.